Hello, good morning. Section 4.8 last video ആണത്, തേർഡ് വീഡിയോ ആണ്. ലാസ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത് 4.7 കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം 4.8 വളരെ ഈസിയാണ്. പുതിയതായിട്ട് ഒരു കാര്യം പോലും പഠിക്കാനില്ല. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളും പഠിച്ചു, ഇൻക്ലൂഡിങ് ഡയമെൻഷൻ തിയറം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെക്ഷനിൽ ഞാൻ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നും എഴുതാത്തൊരു ബോർഡിലാണ്. കാരണം ഇവിടെ നമ്മൾ ഈ ഹെഡിങ്ങിലാണ്. നമ്മൾ ഇതിൽ ബാക്കി വെച്ച ഒരേ ഒരു സെക്ഷൻ റാങ്ക് നള്ളിറ്റി പറഞ്ഞു, ഫണ്ടമെന്റൽ മെട്രിക് സ്പേസ് എന്നുള്ള മെട്രിക് സ്പേസ് എന്നുള്ള സെക്ഷൻ കൂടിയാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെട്രിക്സുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മെട്രിക്സസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യണം. ഒരു മെട്രിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില വെക്റ്റർ സ്പേസസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതൊക്കെയാണ്? റോ സ്പേസ് പറഞ്ഞു, കോളം സ്പേസ് പറഞ്ഞു, നൾ സ്പേസ് പറഞ്ഞു. അപ്പോൾ 3 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് പറയാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മെട്രിക്സ് എ കൺസിഡർ ചെയ്യാം. മെട്രിക്സ് എയുടെ ഓർഡർ m/n ആണെന്ന് എഴുതിയോ. m റോസും n കോളംസും ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഞാൻ വെറുതെ എഴുതിക്കുന്നത്. നമ്മുടെ ഡയമെൻഷൻ തിയറം എന്തായിരുന്നു? ഡയമെൻഷൻ തിയറം വേണ്ട, പിന്നെ പറയാം. അപ്പോൾ ഈ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ചില വെക്റ്റർ സ്പേസസ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് റോ സ്പേസ് ഓഫ് എ, മറ്റൊരെണ്ണം കോളം സ്പേസ് ഓഫ് എ, മൂന്നാമത്തത് ഏതാണ്? മൂന്നാമത്തത് നൾ സ്പേസ് ഓഫ് എ. ഇത്രയില്ലേ, നമുക്ക് പരിചയമുള്ളതിന്. ഇനി പുതിയ ഒരെണ്ണോടെ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാം. നിങ്ങൾ എ ട്രാൻസ്പോസ് കൺസിഡർ ചെയ്യാം. എന്തായിരിക്കും എ ട്രാൻസ്പോസിന്റെ ഓർഡർ? എ ട്രാൻസ്പോസ് ഓർഡർ n/m ആയിരിക്കും അല്ലേ. ഇനി ഇതിന്റെ റോ സ്പേസ് എടുക്കാം. സോ വാട്ട് ഈസ് ദ റോ സ്പേസ്? സോ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെയും കാണാമല്ലോ. അതുപോലെ കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് കാണാം. ആൻഡ് ഫൈനലി നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസും കാണാം. ഓക്കെ അല്ലേ. ഇനി ഇതില് നോക്കൂ, നമ്മൾ എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴേ എന്താ സംഭവിക്കാം? ഇവിടുത്തെ റോസ് എല്ലാം ട്രാൻസ്പോസിൽ കോളായിട്ട് മാറുകയല്ലേ ചെയ്യാം. ഇവിടുത്തെ റോ ഒക്കെ എ ട്രാൻസ്പോസിൽ കോളായിട്ട് മാറും. അപ്പൊ ഇവിടുത്തെ റോ സ്പേസ് ഓഫ് എ എന്തിന് ഈക്വൽ ആയിരിക്കും? ഓട്ടോമാറ്റിക്കലി കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. ഓർ കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് വിൽ ബി ഈക്വൽ ടു റോ സ്പേസ് ഓഫ് എ. അപ്പൊ ഇത് നമുക്ക് ആവശ്യമില്ല, ഇതിന് ഈക്വൽ തന്നെയാണ്. അതുപോലെ നിങ്ങൾ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എടുത്തേ. എ ട്രാൻസ്പോസിന്റെ റോസ് എയുടെ കോളംസ് ആയിരിക്കും. സോ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് വിൽ ബി ഈക്വൽ ടു കോളം സ്പേസ് ഓഫ് എ. അപ്പൊ നമുക്ക് ഇതും പുതിയതല്ല. അപ്പോൾ ആക്ച്വലി ഫണ്ടമെന്റൽ മെട്രിക് സ്പേസസ് 4 ഉള്ളൂ. ഏതൊക്കെയാ? റോ സ്പേസ് ഓഫ് എ, കോളം സ്പേസ് ഓഫ് എ, നൾ സ്പേസ് ഓഫ് എ ആൻഡ് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. ഓക്കെ അല്ലേ. ഇനി ഇതില് പറയാനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം. ആ തിയറം ഇതാണ്. തിയറം if A is any matrix, then rank of A will be equal to rank of A transpose. എയുടെ റാങ്കും എ ട്രാൻസ്പോസിന്റെ റാങ്കും സെയിം ആയിരിക്കും. പ്രൂവ് ചെയ്യാം. എന്തായിരുന്നു എയുടെ റാങ്ക് ഡെഫിനിഷൻ? എന്തായിരുന്നു? റാങ്ക് ഓഫ് എ ഇസ് ദ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ് ഓർ കോളം സ്പേസ്. രണ്ട് ഈക്വൽ ആയിരിക്കും, നമുക്കറിയാം. അവിടെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റ ലൈനേ ഉള്ളൂ കേട്ടോ പ്രൂഫ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. സോ റാങ്ക് ഓഫ് എ ബൈ ഡെഫിനിഷൻ ദിസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ആണ്. ശരിയല്ലേ. പക്ഷേ നോക്കൂ, റോ സ്പേസ് ഓഫ് എ ആർക്ക് ഈക്വൽ ആണ്? നോക്കിയേ,
column space of A transpose ആണ്. So this is equal to dimension of column space of A transpose ആണ്. ശരിയല്ലേ? ഇനി ചോദിക്കട്ടെ, റാങ്ക് ഓഫ് എ ഡെഫിനിഷൻ എന്തായിരുന്നു? ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ഓർ കോളം സ്പേസ് ഓഫ് എ. എന്തായിരിക്കും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്? അത് ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് ഓർ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസോ? ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു നോക്കിയേ, ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസോ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലാ? ദിസ് ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. കഴിഞ്ഞു. സോ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. അതുമായി ഇനി എന്താ വേണ്ടത്? ഇനി നമ്മുടെ ഡയമെൻഷൻ തിയറത്തിലേക്ക് തിരിച്ചു പോവാണ്. എ മെട്രിക്സ് എടുക്കാം. എ എന്നുള്ള മെട്രിക്സ്, ആ മെട്രിക്സിൽ നമുക്ക് അറിയാവുന്ന എന്തായിരുന്നു ഡയമെൻഷൻ തിയറം? നമ്മുടെ ഡയമെൻഷൻ തിയറം എന്തായിരുന്നു? ഡയമെൻഷൻ തിയറം പറയുന്നത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? n ആണ്. ഇനി നിങ്ങൾ എ ട്രാൻസ്പോസ് കൺസിഡർ ചെയ്യാം. എ ട്രാൻസ്പോസ് എന്തായിരിക്കും? എ ട്രാൻസ്പോസിന്റെ ഓർഡർ n/m ആണ്. അപ്പൊ എ ട്രാൻസ്പോസിന്റെ കേസിൽ നമ്പർ ഓഫ് കോളംസ് m ആണ്. ഇത് മറ്റൊരു മെട്രിക്സ് അല്ലേ എ ട്രാൻസ്പോസ്? ഏത് മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ ഡയമെൻഷൻ തിയറം അപ്ലൈ ചെയ്യാം. അങ്ങനെയെങ്കിൽ ഞാൻ ഇതേ ഡയമെൻഷൻ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. സോ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് പ്ലസ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ആണ്. എ ട്രാൻസ്പോസിൽ നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? m ആണ്. ശരിയല്ലേ? ഇത് നള്ളിറ്റി ഓഫ് എ ആണ്, ഈക്വൽ ടു m ആണ്. പക്ഷേ നോക്കൂ, ഇവിടെ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഇല്ലേ? റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ആർക്ക് ഈക്വൽ ആണ് നോക്കാം? റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ റാങ്ക് ഓഫ് എ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് റാങ്ക് ഓഫ് എ എന്ന് പേര് വിളിക്കാം. റാങ്ക് ഓഫ് എ എന്ന് പേര് വിളിക്കാം. സോ റാങ്ക് ഓഫ് എ പ്ലസ് nullity of A transpose is equal to m or nullity of A transpose is equal to m minus rank of A ആണ്. ഈ റാങ്ക് ഓഫ് എ നിങ്ങൾ r എന്ന് പേര് വിളിക്കുകയാണെങ്കിൽ so nullity of A transpose is equal to m minus r ആണ്. ഓക്കെ അല്ലേ? അപ്പോ നോക്കൂ, ഞാൻ ഇതുവരെ പഠിച്ച റിസൾട്ടുകൾ ഇവിടെ എഴുതാൻ പോവാണ്. റാങ്ക് 6 ആണെങ്കിൽ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ദ റോ സ്പേസ്? 6 ആണ്. ഡയമെൻഷൻ ഓഫ് ദ കോളം സ്പേസോ 6 ആണ്. അപ്പൊ നമ്മൾ 4 സ്പേസ് പറഞ്ഞില്ലേ? ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് റാങ്കിന് ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് കോളം സ്പേസും ആറിന് ഈക്വൽ ആണ്. നമുക്കറിയാം നൾ സ്പേസ് ഓഫ് ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എന്താണ്? n മൈനസ് ആർ ആണ് അല്ലെ? നള്ളിറ്റി എന്താ നോക്കിയാൽ, ഇത് റാങ്ക് 6 എന്ന് പേര് വിളിച്ചാൽ നള്ളിറ്റി എന്തിന് ഈക്വലാ? n മൈനസ് ആറിന് ഈക്വലാ. And what is the nullity of A transpose? Nullity of A transpose is m minus r1. അപ്പൊ നമുക്ക് 4 ഫോമുലയായി. റാങ്ക് 6 ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ 6 ആണ്, ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ 6 ആണ്, ഡയമെൻഷൻ ഓഫ് നള്ളിറ്റി ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓർ നള്ളിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു n മൈനസ് r ആണ്, ആൻഡ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു m മൈനസ് r1 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഒന്നല്ല 2 കാര്യങ്ങൾ. ഒന്ന് ഒരു ഡെഫിനിഷനാണ്. W Rn ഒരു സബ്സെറ്റ് ആണ് W. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് W എന്നാ പറയുന്നത്. ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് W. ഓർത്തോഗണൽ ഡെഫിനിഷൻ എഴുതണേ. ഓർത്തോഗണൽ കോംപ്ലിമെന്റ് ഓഫ് W നൊട്ടേഷൻ ഇതാണ്: ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഇൻ Rn which are perpendicular to each vector in W. ഓർത്തോഗണൽ എന്ന പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ഡബ്ല്യുവിന്റെ ഓർത്തോഗണൽ പെർപെൻഡിക്കുലർ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓർത്തോഗണൽ കോംപ്ലിമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ ഡെഫിനിഷൻ? ഈസ് ദ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഇൻ Rn which are perpendicular to each vector in W. ആ ഡെഫിനിഷൻ മാത്രമേ നമുക്ക് ഉള്ളൂ, അത് ഓർത്ത് വയ്ക്കാം. ഓക്കെ അല്ലേ? പിന്നെ ഒരു ഡെഫിനിഷൻ പറയാനുള്ളത് ഓവർ ഡിറ്റർമിൻ സിസ്റ്റം ആൻഡ് അണ്ടർ ഡിറ്റർമിൻ സിസ്റ്റം ആണ്. ഓവർ ഡിറ്റർമിൻ സിസ്റ്റം ആൻഡ് അണ്ടർ ഡിറ്റർമിൻ സിസ്റ്റം. നമ്മൾ AX = B എന്നുള്ള സിസ്റ്റം കൺസിഡർ ചെയ്യാം.
എയുടെ ഓർഡർ ഇതൊക്കെ നമ്മൾ കുറെ സോൾവ് ചെയ്താ. എയുടെ ഓർഡർ m/n ആണെന്ന് കരുതിക്കോ. m റോസും n കോളംസും. m greater than n ആണെങ്കിൽ that system is known to be over determined system. And m less than n ആണെങ്കിൽ അല്ല പറയുന്നത് അണ്ടർ ഡിറ്റർമിൻഡ് സിസ്റ്റം എന്നാണ്. ഇത്രയേ ഉള്ളൂ സെക്ഷൻ 4.8. ഓക്കെ, അപ്പോൾ 4.8 നമ്മൾ പഠിച്ച റിസൾട്ടുകൾ മെട്രിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 4 സ്പേസസിനെ കുറിച്ച് പഠിച്ചു. റാങ്ക് ഓഫ് ഐസക്കിൽ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡയമെൻഷൻ തരത്തിൽ ചെറിയൊരു കാര്യം കഴിച്ചു ചെയ്തു. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് 6 ആണ്, റാങ്ക് ആണ്. ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് 6 ആണ്. നള്ളിറ്റി n-6 ആണ്. ആൻഡ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് m-6 ആണ്. പിന്നെ എന്ത് പറഞ്ഞു? ഓർത്തോഗണൽ കോംപ്ലിമെന്റ് അത് പറഞ്ഞു. പിന്നെ നമ്മൾ ഓവർ ഡിറ്റർമിൻ സിസ്റ്റം പറഞ്ഞു, അണ്ടർ ഡിറ്റർമിൻ സിസ്റ്റം പറഞ്ഞു. എങ്ങനെ അത് ഡിഫൈൻ ചെയ്യാം? ഇൻ ദ സിസ്റ്റം Ax is equal to B where A is an m/n matrix. If m is greater than n, then that system is over determined. m is less than n implies it is under determined. ഓക്കെ അല്ലേ? ഇതോടെ സെക്ഷൻ 4.8 കഴിയുന്നട്ടോ. സെക്ഷൻസ് 4.1 to 4.8 ആണ് നമ്മുടെ വെക്ടർ സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. തുടർന്നുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ മാർക്കുള്ള കാര്യങ്ങളെ പ്രതീക്ഷിക്കാവൂ. ഇതിലുള്ള സെക്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും വീഡിയോയിലുണ്ട്.